ചിറയൻകീഴിന്റെ വികസനവും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനുമായി വർഷങ്ങൾക്ക് മുന്നേ പണി തുടങ്ങിയ റെയിൽവേ മേൽപ്പാലത്തിന്റെ പണിയാണ് ഇപ്പോൾ ഇവിടെ ഇഴഞ്ഞു നീങ്ങുന്നത്. റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ സർവീസ് റോഡ് കുത്തിക്കുഴിച്ചിട്ട ശേഷം നന്നാക്കാതെ കരാറുകാരൻ മുങ്ങി. മേൽപ്പാലത്തിന്റെ പണികൾ സമയബന്ധിതമായി തീർപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് സർവീസ് റോഡിന്റെ പണി ഉപകരാർ നൽകിയത്. എന്നാൽ പാലത്തിന്റെ ഇരുവശത്തുമുള്ള റോഡ് മണ്ണുമാന്തി ഉപയോഗിച്ച് കുഴിച്ചിട്ട ശേഷം പണം ലഭിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കരാറുകാരൻ ഉപേക്ഷിച്ചു കടന്നത്. വലിയ ആഴത്തിൽ കുഴിച്ചതിനാൽ റെയിൽവേ സ്റ്റേഷനിലേക്കും എക്സൈസ് ഓഫീസ്, പൊതുമരാമത്ത് ഓഫീസ്, റെയിൽവേ സ്റ്റേഷനു സമീപത്തെ വീടുകൾ, കച്ചവട സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള യാത്ര പൂർണ്ണമായും തടസ്സപ്പെട്ടു. യാത്ര മുടങ്ങിയതോടെ പൊതുജനങ്ങളിൽ നിന്നുള്ള എതിർപ്പ് രൂക്ഷമായി. ഈ റോഡിന്റെ അവരൊന്ന് കുഴിച്ചിട്ടിട്ട് പോയതാണ് പണിക്ക് കൊടുത്ത കോൺട്രാക്ടർമാർ. അവർ വന്ന് കുഴിച്ച് അവർക്ക് പൈസ കിട്ടില്ലാന്ന് പറഞ്ഞ് അവർ കളഞ്ഞിട്ട് പോയി. പിന്നെ പഞ്ചായത്ത് അവർ ലെവലാക്കി. ഇന്ന് 3 സ്ത്രീകൾ, പാവപ്പെട്ട പ്രായമുള്ള സ്ത്രീകൾ ഇവിടെ മറിഞ്ഞ് വീണ് ഇവിടെ ബ്ലഡുമായിട്ടൊക്കെയാണ് പോയിരിക്കുന്നത്. ഇത് ആൾക്കാർ ഡെയിലി വീഴ്ചയും വീണ് ഈ റോഡിൻ്റെ പണിയെങ്കിലും അവർ റെഡിയാക്കി തന്നിരുന്നെങ്കിൽ വാഹനങ്ങളെങ്കിലും വന്നു വേനൽ. ഈ പണി ഇപ്പോഴും നടക്കുമെന്നുള്ള നമുക്കൊരു അറിവുമില്ല. എന്നാണ് നടക്കണമെന്ന എന്ന് ചെയ്യുമെന്ന അവിടെ ഒരു അറിവുമില്ല. ഇവിടെയുള്ള പണിക്കാർ കംപ്ലീറ്റ് ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ അവിടെ അർജൻറ്റ് പണി അവിടെ ആൾക്കാർ പോലെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും പോയി. എഞ്ചിനീയർ സഹിതം ഇപ്പോൾ ഒരു സെക്യൂരിറ്റി മാത്രം ഇവിടെ കിടന്ന് കിടക്കണമുണ്ട്. ഇത്രയും നാളുകളായിട്ട് 2-3 മാസങ്ങളായി. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ റോഡിനെങ്കിലും ഒന്ന് റെഡിയാക്കി തന്നിട്ട് ആൾക്കാർ നടക്കേ വണ്ടിയെങ്കിലും വന്നു പോയാൽ അതുപോലും ചെയ്യുന്നില്ല. തുടർന്ന് ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സ്വന്തം ചെലവിൽ റോഡ് ഒരുവിധം നിരപ്പാക്കി. എങ്കിലും ചില ഭാഗങ്ങളിൽ 3 അടിയോളം റോഡ് താഴ്ന്ന നിലയിലാണ്. കാറുകൾ ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ കടന്നു പോകാൻ ബുദ്ധിമുട്ടുകയാണ്. റോഡിനും യാത്രക്കാർക്കും ദുർഗതി വന്നിട്ട് 3 മാസത്തോളമായിട്ടും റോഡിന്റെ പുനരുദ്ധാരണം അധികൃതർ വൈകിപ്പിക്കുകയാണ്. മണ്ണുമാന്തി ഉപയോഗിച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിനിടയിൽ ജലവിതരണ പൈപ്പ് പൊട്ടി റോഡും പരിസരങ്ങളും ചെളിക്കളമായി തീർന്നിരുന്നു. വെള്ളം എക്സൈസ് റേഞ്ച് ഓഫീസിലാണ് ചെന്നെത്തിയിരുന്നത്. റോഡിന്റെ ശോച്യാവസ്ഥ കാരണം റെയിൽവേ സ്റ്റേഷന് സമീപത്ത് താമസിക്കുന്നവർക്ക് വാഹനങ്ങൾ പുറത്തിറക്കാനാവാത്ത അവസ്ഥയാണ്. 2021 തുടങ്ങിയ പണിയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തുടർന്ന കൊല്ലം ഇരവിപുരം പാലം അതിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞ് ഉദ്ഘാടനവും കഴിഞ്ഞ് ഇത് കൺട്രാക്ടർമാർ സപ്പ് കൊടുത്ത് അവന്മാർ വഴി കളഞ്ഞിട്ട് പോയി കാശ് കൊടുക്കാതെ. ഇപ്പോൾ ജനങ്ങൾ ഒറ്റ ഗേറ്റിൽ കൂടെയാണ്, ശാർക്കര വഴിയാണ്, അമ്പലവും എല്ലാം കൂടെ ഉള്ളതാണ്. ആ ഒരു ദുരിതം ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചിറയൻകീഴ് താലൂക്ക് ഹോസ്പിറ്റലിൽ വരണമെങ്കിലോ പഞ്ചായത്ത് ഓഫീസിൽ വരണമെങ്കിലോ ആർക്കും വരാക്കാത്ത ഒരു കണ്ടീഷനാണ്. ഈ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. ദുരിതം ഇങ്ങനെ അനുഭവിച്ചോണ്ട് ഇപ്പോൾ 2 മാസമായി ഒരു പണി മുടക്കിയിട്ടിട്ട് പോയിട്ട് എന്താണെന്ന് ഒരു വിവരമില്ല. ഒരു പഞ്ചായത്ത് ഇടപെട്ട് പഞ്ചായത്ത് അവരെ വിളിപ്പിക്കുകയും ചെയ്ത് അവർ ഇത്രയും നാളായിട്ട് പഞ്ചായത്ത് ഓഫീസ് വരികയോ സംസാരിക്കാനോ അവർ കൂട്ടാക്കിയിട്ടില്ല. റോഡിന്റെ ശോച്യാവസ്ഥ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. യാത്രക്കാർക്ക് സ്റ്റേഷനിലെത്താനും തിരികെ പോകാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. അടുത്ത മാസാരംഭത്തോടെ ശാർക്കരയിൽ മീനഭരണി ഉത്സവത്തിന് കൊടിയേറുകയാണ്. അതിനൊപ്പം 1 മാസത്തോളം നീളുന്ന വ്യാപാരമേളയ്ക്കും തുടക്കമാകും. ഉത്സവം ആരംഭിക്കുന്നതോടെ വലിയ തിരക്കാണ് ചിറയൻകീഴിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടാകുന്നത്. റെയിൽവേ മേൽപ്പാലം പണികൾക്കായി റോഡുകൾ അടച്ചിട്ടിരിക്കുന്നതിനാൽ വലിയ ഗതാഗത കുരുക്കാണ് കഴിഞ്ഞ 1 വർഷമായി ചിറയൻകീഴിലുള്ളത്. ക്യാമറാമാൻ സുദർശനൊപ്പം അഭിരാമി, ഭാരത് വിഷൻ, ചിറയൻകീഴ്.